വെൽക്കം ടു നദോസ് യൂട്യൂബ് ചാനൽ. നദോസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ്. എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇത് ഗൾഫിലോട്ട് കൊടുത്തു വിടാനുള്ളതാണ്. ഗൾഫിലോട്ട് കൊടുത്തു വിടുമ്പോൾ ഒരു 4-5 മാസം ഇത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇതിനാവശ്യമായുള്ളത് ചെമ്മീനാണ്. ഇതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് 100 ഗ്രാം ഉണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. 2 തേങ്ങ തിരികിയതാണിത്. പിന്നെ ഇഞ്ചി വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, അത് ചെറുതായിട്ട് അരിഞ്ഞത്. കൊച്ചുള്ളി വേണം. നിങ്ങൾക്കിത് ചേർക്കണമെങ്കിൽ ചേർത്താൽ മതി. ഇത് രണ്ടും ഞാൻ ചേർക്കാറുണ്ട്. ചിലർ ഇതിന് 2 ചേർക്കാറില്ല, കാരണം പെട്ടെന്ന് ചീത്തയായി പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ 8 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് പുളിയും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പാനിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു കൈ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നീട് ആ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഈ പാനിനകത്ത് ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പാനിൽ നിന്ന് മാറ്റുവാണ്, ഉരുളിലോട്ട് ഞാൻ മാറ്റുവാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് മൂത്ത് വരുന്നവരെ വറക്കാം. നമുക്ക് ഇത് നന്നായിട്ട് വറക്കേണ്ടതായിട്ടുണ്ട്, കാരണം നമ്മൾ ഇതിനകത്ത് ഉള്ളിയും ഇഞ്ചിയും എല്ലാം ചേർക്കുന്നത് കൊണ്ട് നന്നായിട്ട് മൂത്ത് വരണം. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് നന്നായിട്ട് നമുക്ക് കൈയെടുക്കാതെ ഒരേ രീതിയിലെല്ലാം മൂത്ത് വരണം. അതുവരെ നന്നായിട്ട് മൂപ്പിക്കാം. ഞാൻ ഈ കൊഞ്ച് 2-3 വെള്ളത്തിൽ ഞാൻ നന്നായിട്ട് അടിച്ച് കഴുകിയതാണ്, കാരണം അതിനകത്ത് കല്ലും ഒക്കെ കാണും, അതുപോലെ ഒരുപാട് അഴുക്കും കാണും. അത് നന്നായിട്ട് ഞാൻ അടിച്ച് കഴുകിയതാണ് കൊഞ്ച്. അത് ഞാനിത് ഒരു പാനിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിനകത്തെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ വെള്ളമെല്ലാം ചെറുതായിട്ടൊന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം, കാരണം നമ്മൾ ചിലർ ഇതിനകത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് കോരി എടുക്കാറുണ്ട്, വറുത്ത് കോരി എടുക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇത് നന്നായിട്ട് മൂത്ത് വരണം. ഈ ചെമ്മീൻ എടുത്ത് ഒടിക്കുമ്പം 2ആയിട്ട് ഒടിയണം. ആ ഒരു പരുവം വരെ നന്നായിട്ട് മൂത്തെടുക്കുക. അതിനുശേഷം ഈ ഗ്യാസിൽ നിന്ന് നമ്മൾ ആദ്യമേ മാറ്റി വെച്ച കൂട്ടിലേക്ക് നമ്മൾ ഈ ചെമ്മീനൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പുളിയും കൂടെ, നമ്മൾ കുറച്ച് പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ പുളിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പുമായിട്ട് പൊടിക്കുവാണ്. ഇത് നന്നായിട്ട് പൊടിച്ച് എടുക്കുക. കുറേ നാൾ നമുക്കിത് കേടുകൂടാതിരിക്കും. നല്ല ടേസ്റ്റാണ്.